ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറുള്ള മാരുതി സുസുക്കി ഇതുവരെ ഇലക്ട്രിക്കലേക്ക് വന്നിട്ടില്ലെന്ന് അറിയാം. അത് പലരുടെ കംപ്ലൈൻറ്റുമാണ്. പക്ഷേ ആ കംപ്ലൈൻ്റ് എല്ലാം തീർക്കാൻ പോവാണ് ഈ കാറിലൂടെ മാരുതി സുസുക്കി ഈ വിറ്റാര. ഇന്ത്യയിൽ നിർമ്മിച്ച് 200 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാറായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് ഇവിടെ ലണ്ടനിലാണ്. ലണ്ടനിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ഞാൻ ഈ അടുത്ത് മാരുതിയുടെ ഗുജറാത്തിലെ പ്ലാന്റ് വിസിറ്റ് നടത്തി. ആ പ്ലാന്റ് വിസിറ്റിന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു വന്നത്. അത് പുതിയ ബാറ്ററി ലൈനും പ്രൊഡക്ഷൻ ലൈനും അൺവീൽ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവിടുന്ന് അൺവീൽ ചെയ്തിട്ടുള്ള ഈ വിറ്റാറിൻ്റെ ഫസ്റ്റ് ലുക്ക് ഞാൻ റീലായിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ നമുക്ക് അന്ന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. കാരണം ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ച് അനൗൺസ്മെൻറ്റും കാര്യം നടത്തിയിരുന്നില്ല. നമ്മൾ ഏതായാലും ഈ വർഷം തുടക്കത്തിൽ ഓട്ടോ എക്സ്പോയിൽ വെച്ചിട്ട് ഈ വിറ്റാര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ചുകൂടി മുമ്പേ വണ്ടി വരുന്നു. പക്ഷേ ഇത്രയും ലേറ്റ് ആകാൻ കാരണം എന്തെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മാരുതി ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് കൊണ്ടുവരാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഇപ്പം പറയുന്നില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഉടനെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് മീഡിയനെ സെലക്ട് ചെയ്തിട്ട് ഈ UK ഡ്രൈവിന് കൊണ്ടുവന്നിരിക്കുകയാണ് ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ സ്പെക്കായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമുക്ക് തന്നിട്ടില്ല. അതിനെല്ലാം കുറച്ച് സർപ്രൈസ് ആയിട്ട് വെച്ചായിരിക്കും ലോഞ്ചിന് വേണ്ടി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ വണ്ടി ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഈ UK വണ്ടീനെ വളരെ സിമിലർ ആയിരിക്കും ഇന്ത്യയിൽ വരുന്നുണ്ടാവും. അതിൽ പവറും അതുപോലെ തന്നെ ബാറ്ററി പാക്സും പിന്നെ സൊല്യൂഷൻസ് എല്ലാം എന്താണെന്നുള്ള നമുക്ക് കുറേ കൂടി ലോഞ്ചിനോട് അനുബന്ധിച്ചായിരിക്കും അറിയുന്നുണ്ടാവുക. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ പറ്റുന്ന മാരുതിക്ക് മാരുതിയായിട്ടുള്ള ചാർജിങ് സിസ്റ്റവും അതെല്ലാം വരുന്ന ഈവൻ മൊബൈൽ പോർട്ടബിൾ ആയിട്ടുള്ള ചാർജിങ് സിസ്റ്റം വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് റിവ്യൂ പോക്കാം. വണ്ടീൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഷോർട്ട് ഡ്രൈവേ ഉള്ളൂ, 2 മണിക്കൂറിന് ഡ്രൈവുള്ള 150 കിലോമീറ്റർ ഉള്ള. അപ്പോൾ കാറ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളിൽ എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഉടനെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോക്കാം. എന്തായാലും ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഡിസൈൻ. മാരുതി പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ വിറ്റാര കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജും കുറേ കൂടി മാസീവ് SUV ക്യാരക്ടർ നൽകുന്ന ഡിസൈനാണ്. മാരുതിയുടെ ചില എലമെൻറ്റ്സ് നമുക്ക് കാണാം. സുസുക്കി എലമെൻറ്റ്സ് ബേസിക്കലി. അതിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ലോഗോവും കണക്റ്റിരിക്കുന്ന ബ്ലാക്ക് ബാറുണ്ട്. ലൈറ്റ് കൊണ്ടുവന്നിട്ടില്ല. ഈ DRലെല്ലാം പുതിയൊരു അപ്രോച്ചാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ചങ്കിനെസ് തോന്നിക്കുന്നുണ്ട്. ഇവിടെ വേറെ എലമെൻറ്റ്സ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഈ കട്ടിങ്സ് എല്ലാം ഒരു ചങ്കി ലുക്ക് ഇട്ടിട്ടുണ്ട്. അത് തന്നെ താഴെ ബമ്പറിലും നല്ലൊരു മാസീവ് ഫീലുള്ള എയർ വെൻറ്റ്, നല്ല പ്രോപ്പർ എയർ വെൻ്റാണ്. ഈ എലമെൻറ്റ്സ് എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും പറയാൻ നമ്മളൊരു മാസീവ് മാസ്കുലിൻ ഫീല് SUVകൾക്ക് വേണ്ട അതെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണുന്ന ഫസ്റ്റ് എലമെൻറ്റ് വീലാച്ച്. നിങ്ങൾ ആ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ സ്ട്രോങ് വീലാച്ച്. പിന്നെ അടുത്ത യുഡിൽ വന്നിരിക്കുന്ന കട്ടിങ് എല്ലാം തന്നെ ആഡ് ഓൺ ടു ദ മാസ്കുലിൻ ലുക്ക് ഓഫ് ദി കാർ. അത് വലിയൊരു എലമെൻറ്റാണ് SUVയിൽ. അതുന്ന ആളുകൾ ലുക്സിന് കോംപ്രമൈസ് ചെയ്യില്ല. മാരുതിയിൽ പ്രത്യേകിച്ച് ലുക്സും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആയിട്ട് ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് റീസെൻറ്റ് മോഡലെല്ലാം കണ്ടാണ്. ഇത് എങ്ങനെയുണ്ട് ലുക്ക്, ഫ്രണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ്. സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ആ ഫ്രണ്ടിലത്തെ മാസ്കുലിനെസ് സൈഡിൽ നിന്ന് കണ്ടു തുടങ്ങും. ഈ ഒരു വീൽ ആർച്ചിൻ്റെ എലമെൻറ്റ് ഞാൻ പറഞ്ഞ ഒരു മാസ്കുലിൻ ഫീൽ. പിന്നെ ഞാൻ അന്ന് റീലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 സൈഡിലായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ഫ്രണ്ടിലാണ് ചാർജിങ് വരുന്നത്. അത് ഓരോ മാർക്കറ്റ് പോലെയാണ്. ചില ജാപ്പനീസ് മാർക്കറ്റിൽ ആ സൈഡിൽ വേണം നിർബന്ധമുണ്ട്, ചില മാർക്കറ്റിൽ ഈ സൈഡിൽ നിർബന്ധമുണ്ട്. എന്തായാലും ഇവിടെയാണ് നമുക്ക് ചാർജിങ് പോയിന്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കും ഫ്രണ്ടിലുള്ള സൈഡിലായതുകൊണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് 18 ഇഞ്ചിൻ്റെ വീലാണ്. അതും തന്നെ ഒരു സ്മോക്ഡ് കളർ, ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. എയറോഡൈനാമിക് വീലായതുകൊണ്ട് ഫുള്ളി കവേർഡായി നിൽക്കുന്നുണ്ട്. പക്ഷേ രസമുണ്ട് ഡിസൈൻ. ഇപ്പോഴത്തെ എയറോഡൈനാമിക്കിൻ്റെ വീലിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഗുഡ് ഡിസൈൻ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഗുഡിയറിൻ്റെ ടയറാണ്. ഇറ്റ്സ് ഗുഡ്. സൈഡ് പ്രൊഫൈലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റൂഫ് ലൈനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഗ്രീൻ ഹൗസ് വലുതാണ്. പിന്നെ താഴേക്ക് ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം തന്നെ ചങ്കി ലുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ബമ്പറിൽ കണ്ട എലമെൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഫീൽ, ഒരു ഹെവി ഫീൽ, അത് നല്ലതാണ്. ഇവിടേക്ക് എത്തുമ്പോഴാണ് കുറേ കൂടി എൻഗേജ് ആയി നിൽക്കുന്നത്. ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. മൈൽഡ് ലൈന് അതുവരെ ഉള്ളത്. പക്ഷേ ഇവിടെ സ്ട്രോങ് ലൈന് വന്നു, ഹിപ്പ് വന്നു. ഇവിടെ ആ ഡോർ ഹാൻഡിൽ വന്നില്ല. വലിയ ഒരു പില്ലർ ഉണ്ട്. ആ ചങ്കിനെസ് ശരിക്കും നല്ലോണം ഫീൽ ഉണ്ട്. ഉള്ളിൽ അത് എഫക്റ്റ് ഉണ്ടോ നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കാം. ഇവിടെ ആൾക്കാർ ഗ്ലൈഡറും പ്ലെയിനെല്ലാം പറക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സൈഡിൽ നിന്ന് നമുക്ക് റിയറിൻ്റെ ഒരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ സാധാരണ ഒരു SUVക്ക് വേണ്ട ഒരു ക്യാരക്ടർ. ഇന്ന് നമുക്കറിയാം ഇതൊന്നും പ്രോപ്പർ ഒരു SUV അല്ല. പക്ഷേ ഈ ഒരു SUV ക്യാരക്ടർ മാരുതിയിൽ നമ്മൾ അധികം കാണാത്തായിരുന്നു. അത് ഈ വിറ്റാറിൽ കൊണ്ടുവന്നത് നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി കമൻറ്റിൽ പറയാം. ഫ്രണ്ടിൽ കണ്ട ആ ഒരു എലമെൻറ്റ് റിയറിൽ നമുക്ക് കാണാം. ആ മാസ്കുലിൻ ഫീല് ശരിക്കും സ്ക്ലപ്റ്റിങ്ങിൽ വന്നിട്ടുണ്ട്.
ടെയിൽ ലൈറ്റ് കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ടെയിൽ ലൈറ്റിൻ്റെ പോർഷൻ കാണാൻ നമുക്ക് നല്ലൊരു ഹ്യൂജ് ഒരു ഡീപ്പായിട്ടുള്ള റൂഫ് സ്പോയിലർ ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ബമ്പറിന് ഫ്രണ്ടിൽ കണ്ട എലമെൻറ്റ്സ് എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ക്ലപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ ഷേപ്പും അതുപോലെ തന്നെ ഈ ഷേപ്പിലെല്ലാം വന്നിരിക്കുന്ന ആ മാസ്കുലിൻ ഫീന് ഞാൻ നേരത്തെ പറഞ്ഞ മാരുതിയിൽ കണ്ട എലമെൻറ്റിൽ ഇപ്പം നമ്മൾ വിക്ടോറിയസ് മുതൽ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിലെത്തുമ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇലക്ട്രിക്കലി ഇല്ലാത്ത ബൂട്ട് ലിഡാണ്. തുറന്നു കഴിഞ്ഞാൽ ഡീപ്പ് ആയിട്ടുള്ളൊരു ബൂട്ടുണ്ട്. എൻ്റെ ബാഗ് വെച്ചാണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടായാലും നമുക്ക് ചാർജർ വെക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് റോ സീറ്റ് അത് 60-40 സ്പ്ലിറ്റ് ചെയ്യാം, സെൻട്രലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബൂട്ടാണ്. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഫീൽ ശരിക്കും ഞാൻ ഫ്രണ്ടിൽ നിന്നും കണ്ട പോലത്തെ ആ മാസ്കുലിൻ ഫീൽ റിയറിലും കൊണ്ടുവരാൻ പറ്റിയത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓവറോൾ ലുക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. സോ ഇന്ത്യയിലേക്ക് വരുമ്പോഴും റീസെൻ്റ്ലി നമ്മൾ വിക്ടോറിയസിൽ കണ്ട ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇവിടെ ഈ വിറ്റാറിലും കാണാം. നമ്മളിപ്പം ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇന്ത്യയുടെ കളറും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒന്നും സെയിം ആവില്ല ഈ വണ്ടിനെ കമ്പയർ ചെയ്യുമ്പം. ചിലപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയിലുള്ള കളർ ഒരു ഓപ്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ പുതിയ കാണുന്ന ടാൻ ഇൻറ്റീരിയർ, ഇത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഇതിൽ നമുക്കിവിടെ ഫാബ്രിക്കും അതുപോലെ തന്നെ ലെതറായിട്ടും മിക്സ് ആയിട്ടുള്ളൊരു ഫിനിഷല്ല. എനിവേ ഡിസൈനെ കുറിച്ച് വരുമ്പം ഈ രണ്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന 10.5 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്റ്റിയറിംഗ് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഈ വിക്ടോറിയസ് കണ്ട ഒരു ഫ്ലാറ്റ് ബോട്ടവും ടോപ്പ് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കാണാം, നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എയർ വെൻറ്റും ഇവിടെ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ്, കപ്പ് ഹോൾഡേഴ്സ്, ഈ ഒരു ഐലൻഡ് ഒരു സ്പ്ലിറ്റായി നിൽക്കുന്ന പോർഷൻ ഉണ്ട്. ഈ ഐലൻഡിൽ തന്നെ റോട്ടറി നോബിലാണ് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ഷൻസ്, മറ്റുള്ള ബട്ടൺസ് ഡ്രൈവ് മോഡിലെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലോ ബോക്സിലും സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മരുതിൽ പരിചിതമായിട്ടുള്ള സ്വിച്ചസും കാര്യമുള്ള ഈ വണ്ടിയിൽ സൺറൂഫ് വന്നില്ല. പക്ഷേ ഇന്ത്യയിൽ സൺറൂഫ് വരും, അറിയാലോ ഇന്ത്യയിൽ സൺറൂഫിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ അതിൻ്റെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ മാർക്കറ്റിൽ സൺറൂഫിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര ഇല്ല എന്നുള്ളത്. എനിവേ ഇത്രയാണ് നമുക്ക് ഇന്റീരിയറിൽ ഡിസൈൻ എലമെൻറ്റ്സ് ആയി കാണുന്നത് എലമെൻറ്റ്സ്. ബിൽഡ് ക്വാളിറ്റിയും മെറ്റീരിയൽ യൂസേജും ഫിറ്റ് ആൻഡ് ഫിനിഷെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പ്ലാന്റ് ഒന്നും വരുന്നതുകൊണ്ട് ഈ ക്വാളിറ്റി നമുക്ക് ഇന്ത്യയിലും പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ ഒരു സ്ക്ലപ്റ്റിങ്ങും സപ്പോർട്ടും ബോൾസ്റ്റേഴ്സ് എല്ലാം തന്നെ നല്ലൊരു സപ്പോർട്ടീവ് സീറ്റാണ്. സപ്പോർട്ട് ഇനഫ് ഉണ്ട്. ഒരു ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു വിരലിൻ്റെ സ്പേസ് എനിക്ക് കുറവായി തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് ഫൈൻ. അത്രയും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമി ഫീലുള്ള ഒരു ഇൻറ്റീരിയറാണ്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നതിൽ മാരുതിൻ്റെ ഏറ്റവും ഒരു പ്രീമിയം ഫീല്, ടച്ചും അതുപോലെ തന്നെ ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഡിസൈനിലെല്ലാം തന്നെ നമുക്ക് കുറച്ച് സൊഫിസ്റ്റിക്കേഷൻ കാണാം, എല്ലാം നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വിറ്റാറിൽ ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരും. അതുകൊണ്ട് ഞാൻ ഫീച്ചേഴ്സ് ഒന്നും പറയാതിരിക്കുന്നത്. ഇതൊന്നും ഇവിടെ ഉള്ള അതേ ഫീച്ചർ ആയിക്കോണമെന്നുള്ള ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യക്ക് വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് എന്താണെന്നുള്ള കാട്ടിൽ നിന്ന് കാണാം. റിയറിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല റൂമിനെസ് ഉണ്ട് ഹെഡിനും ഷോൾഡറിനും ലെഗിനും നീക്കിയെല്ലാം. അപ്പോൾ ഇതാണ് ഞാൻ ഇരുന്ന ഡ്രൈവിംഗ് പൊസിഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും നീ റൂം വരുന്നുണ്ട്. ഫ്ലോർ ഫ്ലാറ്റാണ്, പക്ഷെ പൊങ്ങിയിട്ടാണെന്നുള്ളത്. അത് ബാറ്ററി വെഹിക്കിളിന് എല്ലാത്തിനും വരുന്നതാണ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് കാല് കുറച്ചിങ്ങനെ വെച്ചിരിക്കണം. പക്ഷേ നമുക്ക് ഉള്ളോട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻ സീറ്റിൻ്റെ അടിയിൽ കിട്ടുന്നുണ്ട്. 2 വിരലിൻ്റെ സ്പേസ് തൈ സപ്പോർട്ട് കുറയുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു സീറ്റിംഗ് ആണ്, നല്ല കുഷനിങ് സീറ്റാണ്. അതുപോലെ തന്നെ റിയറിൽ വരുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സുകൾ ഇപ്പം ഞാൻ പറഞ്ഞ ആകെ USB-C ചാർജർ ഇവിടെ കാണുള്ളൂ. മേ ബി ഇന്ത്യയിൽ ഇറക്കുമ്പം റിയർ AC വെൻസും വന്നേക്കാം. ഇന്ത്യയിൽ അത് ഇമ്പോർട്ടൻ്റ്, ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഇരിക്കുമ്പോൾ കുറച്ച് ഹയർ ഇരിക്കുന്നതുകൊണ്ടുള്ള പുറത്തേക്കുള്ള വ്യൂ എല്ലാം നല്ല രസമായിട്ടുണ്ട്, നല്ല വ്യൂ കിട്ടുന്നുണ്ട്, സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റാണ് ബാക്കിലുള്ളത്. പക്ഷേ ഹാൻഡ് റെസ്റ്റ് ആയിട്ടില്ല. ഇവിടെ ഈ ഒരു 20% ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് കിട്ടും. കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്കിവിടെ വന്ന് ഇരിക്കണമെങ്കിൽ എന്നല്ല, പക്ഷേ ബാക്കിൽ ബൂട്ടിൽ ചെറിയ സാധനത്തെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രേക്കും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാകുന്നതായിരുന്നു നല്ലത്. വെതറിന്റെ പ്രത്യേകതയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ രാവിലെ റെയിൻ ആയിരുന്നു, നമ്മൾ സ്റ്റോപ്പിലെത്തിയപ്പോൾ വെയിലായി തുടങ്ങി. ഇപ്പം നല്ല വെയിലായി, നല്ല മേഘം കാണുന്നുണ്ട്. അപ്പോൾ ഇത് അറിയുന്നവർക്ക് അറിയാൻ പറ്റും UK വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പം നല്ല സണ്ണിയാണ്, നല്ല റോഡാണ്, ടേൺസ് എല്ലാം ഉണ്ട്. ഞാൻ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് വെച്ചിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. 60 മൈൽസാണ് ഇവിടെ ലിമിറ്റ്. 60 മൈൽസ് തന്നെ പോവാണ്. പക്ഷേ ഇവിടെ എക്സീഡ് ആയ വലിയ പ്രശ്നമെന്ന് ആദ്യം പറഞ്ഞിട്ട് 60-70 മാക്സിമം കിട്ടുക മൈൽസാണ്. അപ്പം ആ ഒരു
ആസ്പെക്റ്റിൽ നോക്കും, ഫസ്റ്റ് കാര്യം ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റി ആണ്. അത്യാവശ്യം ബമ്പിയാണ് ഈ റോഡല്ലോ. ആ ബമ്പിയായ റോഡിൽ ടേണ് സ്പീഡിൽ എടുക്കുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് എടുത്ത് ഇലക്ട്രിക് വണ്ടിയാണ്. നമുക്ക് വെയിറ്റ് ശരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടും, സെൻറ്ററിലുള്ള വെയിറ്റിനുണ്ട്. അതെന്തായാലും ഇതിന് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റീസെൻ്റ്ലി മാരുതിയിൽ വന്ന ഡെവലപ്മെൻറ്റ് സ്റ്റിയറിംഗിലെല്ലാം അറിയാം, സ്റ്റിയറിംഗിൽ പ്രിസൈസ് ആണ്, ശരിക്കും കൺട്രോൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് ഫോം ഒന്നുമില്ല, എന്നാൽ നമുക്ക് ശരിക്കും ഒരു ഹെവി ആയിട്ട് തോന്നുന്നില്ല. സസ്പെൻഷൻ കുറച്ച് ഫേമാണ്, ഫേം വേണം, കാരണം ബോഡി വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടി ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ആക്ച്വലി വരുന്ന വഴി ബാക്കിൽ ഇരിക്കുകയാണ് ചെയ്തത്. എൻ്റെ വണ്ടി ഇതായിരുന്നു എനിക്ക് അലൊക്കേറ്റ് ചെയ്തത്. അപ്പം ഈ വണ്ടി ഷൂട്ടിനായിട്ട് ഇവിടേക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഓടിച്ചത് സിദ്ധാർത്ഥം യോഗേൻ്റെ കൂടെ. അപ്പോൾ ബാക്കിൽ എനിക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ വണ്ടിയാണെങ്കിൽ ടോപ്പ് ആൻഡ് ട്രിം അല്ല, ഇത് ടോപ്പ് ആൻഡ് ട്രിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സൺറൂഫ് ആണ്. നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാണിച്ച വണ്ടിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ സൺറൂഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കളർ ഡിഫറൻസ് വെക്കണം, 12 ടോണാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ടാൻ കളർ. അപ്പോൾ ആ കളറെല്ലാം നമുക്ക് ചിലപ്പോൾ നാട്ടിൽ വരുന്നുണ്ടാവാം. എനിവേ, ബാക്കത്തെ കാര്യം ഞാൻ ആദ്യം പറയാം. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ് എല്ലാം നല്ല കംഫർട്ടബിൾ. കാല് കുറച്ച് പൊക്കി വെക്കണ്ട, പൊങ്ങിയിട്ടായിരിക്കാം. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നല്ലൊരു സ്റ്റെബിലിറ്റിയും കംഫർട്ടും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഹാൻഡ് റെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സെൻറ്ററിൽ അത് മടക്കി വെക്കുന്ന ഒരു വിഷയമുണ്ട്. എന്നാലും ഹാൻഡ് റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സംഗതി എനിക്ക് ഡ്രോബാക്കായി തോന്നിയത്, ക്വയറ്റാണ് കാർ, അറിയാലോ ഇലക്ട്രിക് ആണ്. അതുപോലെ തന്നെ വൈനിങ് വോയിസ് ഒന്നുമില്ല മോട്ടറിനൊന്നും. പക്ഷെ ബാക്കിൽ ഫ്രണ്ടത്തേക്കാളും എനിക്ക് കുറച്ചുകൂടി റോഡ് നോയ്സ് ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മൾ മഴത്ത വന്ന് ഇങ്ങനത്തെ കുറച്ച് മോശം ടാർമാക്ക് ഉണ്ടെങ്കിൽ ഒരു റഫായി നിൽക്കുന്ന ഭാഗം, അതുപോലെ തന്നെ വെള്ളം അടിക്കുമ്പോഴുള്ളത് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്കൊരു കംഫർട്ടിൽ നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്. ബാക്കി റിഫൈൻമെൻറ്റ്, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ഫീലെല്ലാം തന്നെ നല്ല അടിപൊളിയാണ്. നല്ലൊരു കംഫർട്ട് ഫീലുകൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ വെതർ മാറി ഇതാണ് സ്ഥിതി. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല. ഏത് ബാറ്ററിയാണ്, എത്ര പവർ ഉണ്ട്, എന്ത് റേഞ്ച്, ഇതൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഇന്ത്യൻ മോഡലിൽ ഇതെല്ലാം ഇന്ത്യൻ ഡ്രൈവിനേക്കായിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും സർപ്രൈസിങ് ആണ്. നല്ല കംഫർട്ട് ആൻഡ് ഗുഡ് ഡ്രൈവിംഗ് ഡൈനാമിക്സ്. ഇത് രണ്ടും നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ചൊരു വണ്ടിക്ക് ഇവിടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നു പറഞ്ഞാൽ സത്യമായ അഭിമാനം തോന്നുന്നുണ്ട്. മാരുതി സുസുക്കി ആണെന്നെങ്കിലും ഇപ്പം മാരുതിക്കുള്ളൊരു പ്രോമിനൻസ് കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയപ്പോഴും എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ എനിക്ക് മനസ്സിലുണ്ട്. കാരണം സുസുക്കിയുടെ ഏറ്റവും വലിയ ബിസിനസ് ലഭിക്കുന്ന ജപ്പാനും ഇന്ത്യയാണ്. ഈ പുതിയ വണ്ടീൻ്റെ എല്ലാം കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കിനുള്ള ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇന്ത്യ നിർമ്മിച്ചിട്ടാണ് ഈ ലോകത്തേക്കെല്ലാം പോകുന്നത്. അതിലുള്ളൊരു മാർക്കറ്റാണ് യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു പ്രോമിനൻറ്റ് മാർക്കറ്റാണ്. അതുപോലെ തന്നെ ചെറിയ വണ്ടീൻ്റെ നല്ല മാർക്കറ്റാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാണ്ട്. കാരണം ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. എനിവേ, അതിലടക്കട്ടെ, നമുക്ക് ഇന്ത്യയിൽ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള അപ്പം നോക്കാം. ഓടിക്കുമ്പോൾ അടിപൊളി, നല്ല സ്റ്റേബിളും കാര്യമാണ്. കുറച്ച് റോഡ് നോയ്സ് ഫ്രണ്ടിലേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ നോയ്സ് ഒന്നുമില്ല. മോട്ടറിന് വൈനിങ് നോയ്സോ എയർ നോയ്സോ വിൻഡ് നോയ്സോ ഒന്നും വരുന്നില്ല. ഈ ഭാഗമെല്ലാം കാണുമെങ്കിൽ ടോപ്പ് ഗിയറും അത് തന്നെ കാർ പോവെല്ലാം കാണുന്ന ഒരു ഫീലുണ്ട്. അവരെല്ലാം ഇങ്ങനത്തെ റോഡിലാണ് ഷൂട്ട് ചെയ്യുക. കാരണം ഇവിടെ ട്രാഫിക് സ്ട്രിക്റ്റ് ആണ്. നമ്മളൊരു ഹൈവേയിൽ ഷൂട്ട് ചെയ്ത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ റോഡിലാണ് ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ റോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും വണ്ടിയുടെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ശരിക്കും പറ്റുന്ന റോഡുകളാണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ആസ്പെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ 60 പോകുമ്പോൾ 100 എന്നുള്ള റേഞ്ചിലാണ് പോകുന്നത് ഈ റോഡിൽ. ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. പിന്നെ ഞാൻ നേരത്തെ 18 ഇഞ്ചാണ് പുറത്ത് കാണിച്ചത്, 19 ഇഞ്ചാണ് ഈ വണ്ടി ഉള്ളത്. പക്ഷേ നമുക്ക് ഏത് വീലാണ് വരാമെന്നുള്ള ഇന്ത്യയിൽ കറക്റ്റ് 18നെ പറ്റി സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ഇന്ത്യയിൽ വരുന്നുണ്ടാവും. പക്ഷേ ഡിസൈൻ മാറിലും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നും പെട്ടെന്ന് തോന്നുന്നില്ല. വെയിൽ സൈസിന് ഡിഫറൻസ് തോന്നുന്നു, പക്ഷേ ബാക്കൗട്ട് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നുള്ള ഈ സംഗതികളാണ് ഇന്ത്യയുടെ കളർ ചോയ്സ് എല്ലാം. അതെല്ലാം എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നിട്ട് തന്നെ നോക്കാം. ഏജ് ചിലപ്പോൾ ഉണ്ടായേക്കും. അതിലാണ് നമ്മുടെ നാട്ടിലെ ട്രെൻഡ്. എനിവേ, ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിട്ട് കരുതിയാൽ മതി. ഫസ്റ്റ് ഡ്രൈവ് എന്നുള്ളതില്ല, നമുക്ക് ഈവൺ ഒരു ചെറിയ എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ആകെ 100 കിലോമീറ്റർ വരെ 100 മൈൽസാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ 50 മൈൽസാണ് എനിക്ക് കിട്ടുന്നത്. കാരണം സ്പ്ലിറ്റ് ചെയ്ത് ഓടിക്കുന്നത്. അത് ഞാനിപ്പം
ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പകുതി വഴിയിലായി. അപ്പോൾ ഒരു നല്ല ഡ്രൈവ് നമുക്ക് ഇന്ത്യയിൽ ചെയ്യാം. ഇന്ത്യയിൽ റിവ്യൂ വരും. അതാണ് നമുക്കുള്ള മാർക്കറ്റിലേക്ക് റിവ്യൂ, അതിനൊരു വെയിറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ മാരുതിയുടെ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് സെയിൽസ് പാർത്ഥോസാൻ എന്താണ് നമ്മളെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് കേൾക്കാം. പാർത്ഥോസാൻ, great to have an India-made car in UK, and we are driving it here. Exciting. Thank you for having here. Thank you. So, what do you feel about a car made in India running on UK road, and we are driving here? It's a pride for every Indian. Exactly. Fine. So, Kerala is emerging market in EV and one of the prominent market. How do you find you're going to place e-Vitara into that market? I think we just showed you that mid SUV right now is the space in which there is a huge opportunity. Absolutely. And if you see the SUV growth which is also happening, we feel that we need to first launch a product in the SUV segment. Yeah. So that's why we are going to come up with the launch of this e-Vitara. Yeah. And particularly Kerala is, one of the prominent market, and there are already a lot of players. Do you think you can make your own space in that market? See, we as a market leader are not going to snatch some numbers from here and there. No. In EV space, there is a huge opportunity which is there. True. So let's try to expand the overall segment instead of just focusing on that limited numbers. Because the EV segment share right now is minuscule number. Yes. 4%. Yes. So I think this is a huge opportunity to expand it. So Maruti being democratized Indian automotive sector with e-Vitara and the following models, you're believing that is going to democratize EV also in India? Again, I would say here, we as a Maruti don't believe that just launching the product is good enough. Yeah. You need to, at the same time, create the ecosystem so that the EV can really be nurtured. Yeah. For which you need to create the whole network system, the after-sale service. Then only the customer will have the confidence, and also it should be backed by a very powerful brand. Yeah. So I'm not taking much of your time. I know you're busy with a lot of interviews. Looking forward to have an experience with Indian specific e-Vitara. Then I will have you on the TV. Thank you so much. Thank you. Yes. Thank you. So ഇതാണ് പുതിയ മാരുതി സുസുക്കി e-Vitara. ഇത് മാരുതിയുടെ ഫ്ലാഗ്ഷിപ്പായി വരാൻ പോകുന്ന മോഡലാണ്. അതുകൊണ്ട് പ്രൈസിങ് അങ്ങനെ ആയിരിക്കും, എക്സൈലായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ഈ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കമൻറ്റിൽ പറയാം. നിങ്ങളൊരു മാരുതി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. എനിവേ നമുക്ക് ഇന്ത്യയിലുള്ള ഡ്രൈവിൽ കൂടുതൽ കാര്യം നോക്കാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെലി.